ആശിപ്പാൻ വഴി നമുക്കുണ്ട്, ക്ലേശിപ്പാനായി കാര്യമെന്തുള്ളൂ. ആശിപ്പാൻ വഴി നമുക്കുണ്ട്, ക്ലേശിപ്പാനായി കാര്യമെന്തുള്ളൂ. ആശയും പ്രത്യാശയുമെല്ലാം ആശനീശൻ പൂർത്തിയാക്കിടും. ആശയും പ്രത്യാശയുമെല്ലാം ആശനീശൻ പൂർത്തിയാക്കിടും. ഉന്നത പ്രതിഷ്ഠകളോടെ ഇന്നു നമ്മൾ കാത്തിരിക്കുന്നു. ആധന്യമായ പൊന്നുഷസ്സു വന്നുദിക്കുവാൻ, ആധന്യമായ പൊന്നുഷസ്സു. ഓ അന്ധകാരം ഭൂമിയെ മൂടൂ, കോരിരുട്ടു ജാതികളെയോ. അന്ധകാരം ഭൂമിയെ മൂടൂ, കോരിരുട്ടു ജാതികളെയോ. നിന്റെ മേൽ യഹോവയുദിക്കും, തേജസ്സു നിന്മേൽ പ്രകാശിക്കും. നിന്റെ മേൽ യഹോവയുദിക്കും, തേജസ്സു നിന്മേൽ പ്രകാശിക്കും. ഉന്നത പ്രതിഷ്ഠകളോടെ ഇന്നു നമ്മൾ കാത്തിരിക്കുന്നു. ആധന്യമായ പൊന്നുഷസ്സു വന്നുദിക്കുവാൻ, ആധന്യമായ പൊന്നുഷസ്സു വന്നുദിക്കുവാൻ. താങ്ക് യു ലോർഡ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 1-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. Thank you. ചെയ്യുന്നില്ല. Thank you Lord. എല്ലാവരും എടുത്തെന്ന് പ്രതീക്ഷിക്കുന്നു. Thank you Lord. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്നതിന് ഭാഗ്യം. അവൻ ആറ്റരികത്ത് നടത്തിക്കുന്ന തക്കാലത്ത് വായിക്കുന്നു, ഇലപാടത്തുമായ വിഷം പോലെയും അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്നത് അതുപോലെ അത്രേ. ആകയാൽ വിസ്താരത്തിൽ പാപികൾ നീതിമാന്മാരുടെ സഭയിൽ യഹോവ നീതിമാന്മാരുടെ വഴി അറിഞ്ഞ് ദുഷ്ടന്മാരുടെ വഴിയും നാശകരമാകുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. കണ്ണാടിയൊന്നും എടുത്തിട്ടില്ല, ബൈ ഹാർട്ടായിട്ട് അറിയാവുന്ന. പിന്നെ ഈ ഒരു സങ്കീർത്തനത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പലരോടും ദൈവവചനം അറിയിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. താങ്ക് യു ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് സംഘത്തിനും പറയാനായിട്ട് മീൻസ് പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെ പറയുവാനായിട്ട് ഇടയായത്. വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ കടന്നു വന്ന സമയം മുതൽ വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ ജോസഫ് ഭാഷ എടുത്തായ ആ ക്ലാസ്സിൽ കൂടി ദൈവവചനത്തിൽ കൂടിയൊക്കെ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടും ഒക്കെ ദൈവവചനത്തിൽ എന്ത് പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ആ പാട്ടാണ് ഇന്നലെ എൻ്റെ മനസ്സിലേക്ക് കൂടെ വന്നത്. പ്രതീക്ഷ വേണം നമ്മുടെ ജീവിതത്തിൽ, ഒരു എക്സ്പെക്റ്റിങ് വേണം. ഒരു എക്സ്പെക്റ്റിങ് മെന്റാലിറ്റി നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും റിസീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പ്രതീക്ഷ, ഉന്നതമായ ഒരു പ്രതീക്ഷ നമുക്ക് വേണം. താങ്ക് യു ലോർഡ്. അതിന് മുമ്പായിട്ട് ലിസിയുടെ സഹോദരന്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന സിസ്റ്ററേയും മറ്റുള്ളവരെയും ദൈവത്തിൻ്റെ ആത്മാവ് കംഫർട്ട് ചെയ്ത് അവിടെ തുറന്ന് നടക്കേണ്ടതായ ശുശ്രൂഷകളിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കുവാൻ വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ രക്ഷയ്ക്കും വേണ്ടിയൊക്കെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് നാട്ടിലായിരിക്കുന്ന മാതാവൊക്കെ ഉണ്ട്, ആധിക്യത്തിലൊക്കെ ആയിരിക്കുന്നു. കേൾക്കുമ്പോൾ എപ്രകാരമാണ് എൻ്റെ റിഫ്ലക്ഷൻ എന്നൊന്നും നമ്മൾ അറിയുന്നില്ല. ആ മാതാവിനും ദൈവം ധൈര്യവും ബലവും ഒക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അനുഭവത്തിലുള്ളതായ ഒരു കാര്യം, തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ കംഫർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ആ കാര്യം എടുത്തു പറയാനായിട്ട് സാധിക്കും. അതായത് എൻ്റെ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ലോകത്തിൽ അന്ന് മീൻസ് വളരെയധികം സ്നേഹിക്കുന്ന എൻ്റെ പിതാവ് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്, പക്ഷെ എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു വലിയൊരു വിഷമം ഒന്നും തോന്നിയില്ല. ഭയങ്കര ബോൾഡായിരുന്നു. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എത്രമാത്രം ഇത്ര ഒരു ധൈര്യം ഉണ്ടായി. പിന്നെയും ആൾക്കാരുടെ മുമ്പിൽ ഞാൻ വെറും ഒരു വിഷമം കാണിക്കാതെ നടക്കുന്നല്ലോ എന്നുള്ള ഒരു ചിന്താഗതി പോലും എൻ്റെ മനസ്സിൽ വന്നു. ഒരു ഇതുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ. കാര്യം എനിക്കറിയാം എൻ്റെ അങ്ങനെയുള്ള ഒരു ബോൾഡ്നെസ് എൻ്റെ മനസ്സിലേക്ക് ദൈവം തന്നു. എന്നാൽ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് എൻ്റെ ഫാദറിൻ്റെ ഫ്യൂണറൽ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ച് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിധം മാറി. ആ പവർ എന്നിൽ നിന്ന് മാറിപ്പോയി. പിന്നെ എനിക്ക് ഐ ഡോണ്ട് നോ, ഇന്നും എൻ്റെ മനസ്സിലേക്ക് ആ വിഷമം നിറഞ്ഞിരിക്കുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ദൈവം എന്നെ പ്രത്യേകമായ ഒരു അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കംഫർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൾഫിലായിരിക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ കസ്റ്റമറോട് സംസാരിക്കാൻ പോലും എനിക്ക് സാധിക്കത്തില്ല. ഗ്ലോറിയാണ് നാട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കൊണ്ടുവിട്ട് ഒരു നിവൃത്തിയില്ല എന്നുള്ള രീതിയിലൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. എനിക്ക് അത്രമാത്രം വിഷം എനിക്കില്ലോ. എന്നാൽ മറിച്ച് ദൈവം തരുന്നതായ ആ കംഫർട്ട്, അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ, ഞാൻ പലരോടും പറയാറുണ്ട്. കാര്യം നമ്മൾ ആ സമയത്ത് നമ്മൾ ദുഃഖിതരായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിഷമപ്പെട്ട് അങ്ങനെ ഒരു ചിന്താഗതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതായ രീതിയിൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും. എല്ലാ രീതിയിലും നമ്മൾ ഒരുമാതിരി അങ്ങ് എന്താ പറഞ്ഞ വെറും ഒരു കൂണായിട്ട് അങ്ങ് മാറ്റും. നമുക്കൊന്നും ചെയ്യാൻ മേലാത്ത നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്കത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ അവരൊക്കെ പറയേണ്ട രീതിയിൽ അവരെയൊക്കെ എന്ത് കംഫർട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കാതെ ഞാനിങ്ങനെ ഒരു മറ്റുള്ളവരുടെ കൂട്ടത്തിലൊരു ഒരവസ്ഥയിലായിപ്പോയല്ലോ. അതായിരുന്നോ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടവരും. പക്ഷെ ഈ സമയത്താണ് നമ്മുടെ ദൈവത്തെ ഉയർത്തേണ്ടത്. ഈ സമയത്താണ് നമ്മൾ ബോൾഡായിട്ട് നിൽക്കേണ്ടത്. മറ്റുള്ളവരെ പോലെ നമ്മൾ കരയല്ല. ദൈവം തന്നിരിക്കുന്നതായ ആ ജ്ഞാനവും ആ വിവേകവും ആ ബുദ്ധിയും ആ പരിജ്ഞാനവുമെല്ലാം നമ്മൾ പ്രകടമാക്കേണ്ടതും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിൽ വസിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്നു എന്നുള്ള കാര്യം അത് മറ്റുള്ളവർ തിരിച്ചറിയത്തക്ക രീതിയിലും ദൈവവചനം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും നമുക്ക് കിട്ടുന്ന അവസരം, പരിശുദ്ധാത്മാവ് തരുന്ന അവസരം നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ എന്താ പറഞ്ഞേ, എൻ്റെ ഇടയ്ക്ക് വേറൊരു പാട്ടോട് വരും. നമ്മൾക്കിപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പെണ്ണുങ്ങളെ പോലെ ദുഃഖിച്ചിരിക്കാതെ തിണ്ണമെടുത്തു ജയദ്രഥൻ തന്നെ കണ്ണം മുറിപ്പത് തക്കമിനിയൊന്നു കണ്ടൽ നേർവണ്ണ്. ഓക്കെ, ആ പാട്ടിലേക്ക് പിന്നെ അങ്ങനെയുള്ള, അതായത് നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്വയറ്റായിട്ടിരിക്കുന്ന സമയമല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതായ ആ സന്തോഷം, സമാധാനം, പ്രത്യാശ നമ്മൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ പ്രൂഫ് ചെയ്യേണ്ട സമയമാണ്. അപ്പം മറ്റുള്ളവർ പറയും അവനെന്ത് എത്രയൊരു ബോൾനെസ്. അപ്പം ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് എൻ്റെ വീട്ടുകാരൊക്കെ പ്രതീക്ഷിച്ചു, അയ്യോ ഇവനെ എങ്ങനെയൊന്ന് കൺട്രോൾ ചെയ്യും, ഇവനെ കൺട്രോൾ ചെയ്യാനായിരിക്കുമല്ലോ ബുദ്ധിമുട്ട്. കാര്യം ഇവനല്ലേ അപ്പൻ്റെ അടുത്ത ആളാണല്ലോ. ഞാൻ ചെന്ന് വളരെ കൂളായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തന്നെ അതിശയം. അതാണ് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്ര ബോൾഡായിട്ട് പറയുന്നത്. അത് നമുക്ക് വേണം. പരിശുദ്ധാലും നമ്മളെ ബോൾഡാക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ
നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയേണ്ട കാര്യം, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ട കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്തിരിക്കണം. അത് ചെയ്യേണ്ട സമയമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ നമ്മൾ മറ്റുള്ളവരെ പോലെ ഒരു സാധാരണ മനുഷ്യരാകരുത്. തയ്ക്കലോ പ്രത്യേകം ഞാൻ ഈ ഒരു അവസരത്തിൽ ലിസിസ്റ്റോട് മാത്രമല്ല, ഏതൊരവസരത്തിലും നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളത് മനസ്സിലാക്കണം. ദിവസം നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം, തൻ്റെ ഉള്ളവരായിരിക്കണം. തയ്ക്കലോ ഹല്ലേലൂയ. ഞാൻ ആ വിഷയം ഇവിടെ നിർത്തുന്നു. തയ്ക്കലോ ജോസഫ് പാസ്റ്റർ ദൈവവചനത്തിൽ കൂടെയൊക്കെ പറഞ്ഞ ആ അവസരത്തിൽ, അല്ലെങ്കിൽ അതിന് വൃത്താന്ത പുസ്തകത്തിലൊക്കെ അവിടെ എടുത്തു പറഞ്ഞ് ഞാനത് ആ കാര്യം വിട്ടുപോയായിരുന്നു. എന്തായാലും ഒന്ന് ഓർപ്പിച്ചത് നന്നായി. അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ദൈവം. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മളത് പറഞ്ഞ കാര്യം തന്നെയാണ്. ആ വെല്ലുവിളിക്കുന്ന രാജാവ് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ദൈവം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പോയിട്ടില്ല, പിന്നെയാണോ? ആ വെല്ലുവിളിക്കുന്നതായ ആ രാജാവിൻ്റെ മുമ്പിൽ നമ്മുടെ ദൈവം ആരാണെന്നുള്ള കാര്യം അവിടെ പ്രൂഫ് ചെയ്തു. താങ്ക് യു. അതാണ് നമ്മൾക്ക് എപ്പോഴും ഒരു ബോൾനെസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ ദൈവം അതിന് എത്ര മതിയായിരുന്നു? 32:19 വാക്യം. 32:19 മനുഷ്യരുടെ കൈപ്പണിയായ ജാതികളുടെ ദേവന്മാരെ. അതെ, സോറി, 14 വാക്യം വായിച്ചേ. ദിനവൃത്താന്തം. എന്റെ പിതാക്കന്മാർ നിർമൂലനാശം വരുത്തിയിരിക്കുന്ന ജാതികളുടെ സകല ദേവന്മാരിലും വെച്ച് ഒരുവനും തന്റെ ജനത്തെ തന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയും. വെല്ലുവിളി നോക്കണം. പിന്നീട് എന്താണ് അവിടെ നടന്നുള്ള കാര്യം അധ്യായത്തില് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ലെന്ന്. ഇവന്തോ ഇന്നലെ രാത്രിയിലും ഞാൻ അതിനുവേണ്ടി വളരെ ആ മീറ്റിങ്ങിന് വേണ്ടിയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കാണണം ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി അവിടെ കാണും. ഇന്നലെ രാത്രിയിൽ നമ്മളത് കാണുവാനായിട്ട് കിടന്നു വന്നവർക്ക് കാര്യം എനിക്കറിയാം. കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. ഞങ്ങൾ പോയ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും 4-5 ആക്സിഡൻറ്റ്, സിവിയറായിട്ടുള്ള ആക്സിഡൻറ്റ് അവിടെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെയൊക്കെ പരിപാലിച്ചു. തക്ക സമയത്തൊക്കെ ചെല്ലുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. അത് മാത്രമല്ല, ഞാൻ പ്രാർത്ഥിച്ചതായ വിഷയം നിങ്ങളോടൊക്കെ ഓണസ്റ്റി പറയുവാണ്. നമ്മളും പോകുന്ന അവസരത്തിലെല്ലാം അവിടെ പോകേണ്ടതായ അവിടെ ചെല്ലേണ്ടതായ വ്യക്തികൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വാഹനങ്ങളൊക്കെ ദൈവം കൺട്രോൾ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാകട്ടോ. നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ജോസഫ് ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, ഈ നിരാശകൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റെക്കോർഡും ചെയ്യേണ്ട നിരാശകളല്ലേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് സമയം എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലേ. സോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം. ഒരു ശക്തിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ആരാണെന്ന് എന്താണെന്നോ എന്നോട് ചോദിക്കരുത്, എനിക്കത് പറയാൻ സാധിക്കാത്ത കാര്യം. എന്നോട് പറഞ്ഞ വ്യക്തി ആരോടും പറയണ്ട എന്നുള്ള രീതി പറഞ്ഞ നല്ലപോലെ വിശ്വാസത്തിൽ നല്ല ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ആളുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോവുക, വളരെ ഒരു ബുദ്ധിമുട്ടിൽ കൂടെയൊക്കെ കടന്നു പോവുക. ആ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ആ വ്യക്തി ഇങ്ങനെ നടക്കാനായിട്ട് പോകുന്ന സമയത്ത് മനസ്സിലേക്ക് ഒരു പിശാചൊരു തോട്ട് കൊണ്ടുവരിക, നോക്ക് ആ മരം നോക്ക്, നിനക്കങ്ങ് അവിടത്തേക്ക് ഇറങ്ങി തൂങ്ങിക്കൂടെ. അപ്പം ആ വ്യക്തി എന്നോട് പറഞ്ഞ് ഞാനൊന്ന് ചിരിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പിശാച് ആദ്യമേ എന്ത് കൊണ്ടുവരും? നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ആദ്യമേ അങ്ങ് ഡൗൺ ആക്കും, മെൻ്റലി ഡൗൺ ആക്കും. വിഷയങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ മെൻ്റലി ഡൗൺ ആക്കും. അത് അവൻ്റെ ഒന്നാമത്തെ പോയിന്റ്. ദൈവത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിനെ അലോ ചെയ്യരുത്. നമ്മൾ പ്രത്യാശയുള്ളവരാണ്. നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ
കൂടുതൽ ചിന്തിപ്പിക്കാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. അനുവദിച്ചു കൊടുക്കുന്ന സെക്കൻഡ് സ്റ്റെപ്പ്, പിന്നെ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നുള്ളതായ തോട്ടുകൾ, ഇങ്ങനെയുള്ളതായ തോട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. നമ്മൾ വളരെ വയസ്സായിരിക്കണം, വളരെ ബുദ്ധിമാന്മാരായിരിക്കണം, ബുദ്ധിയുള്ളവരായിരിക്കണം. നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ ആദ്യമേ സ്ലോലി അല്ലെങ്കിൽ സോറോസ് മനസ്സിലായില്ലേ, അത് മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു വ്യക്തി മരിച്ചുപോയി, ആ വ്യക്തിയുടെ അതിനെക്കുറിച്ചുള്ളതായ ചിന്തകൾ, അതൊക്കെ എന്നിട്ട് നമ്മളെ ഏത് രീതിയിലാണ് നമ്മളെ ആക്കുന്നത്, അതൊക്കെ നോർമലല്ലേ. പക്ഷെ ഈ നോർമലായിട്ടുള്ള ഈ തോട്ടങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് നമ്മളെ വീണ്ടും ഡൗൺ ആക്കുക. ഡൗൺ ആക്കി അത് അവൻ്റെ ഒരു പ്രവൃത്തിയുടെ ഒരു സ്റ്റൈലാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ ഡൗൺ ആക്കും. ഡൗൺ ആക്കിയതിന് ശേഷം പിന്നെ അവൻ അടുത്ത ഉപയോഗിക്കുക. അതായത് ഒരു കഴുകൻ ഒരു ഇരയെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആദ്യമേ അവൻ കയറി ചെന്ന് എന്ത് ചെയ്യും? ആദ്യമേ എന്താ ചെയ്യുന്നത്? അവൻ്റെ നഖം അതിനകത്തോട്ട് അങ്ങ് ഇറക്കുക. അവൻ്റെ കയ്യിൽ ഒതുക്കാൻ വേണ്ടി നോക്കുക. ഒതുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പിന്നെ എന്താ ചെയ്യുന്നത്? അത് അവൻ കൺട്രോളിലാക്കി സ്ലോലി അതിനെ ഒതുക്കിയതിന് ശേഷമാണ് പിന്നെ അവൻ്റെ ചുണ്ടുകൊണ്ടൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജിയോഗ്രാഫിക് ചാനലിനകത്തൊക്കെ, ആ സമയത്ത് ഇപ്പം ചില പാമ്പിനെയൊക്കെ ഇവൻ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ, പിടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്തും പാമ്പ് പതുക്കെ ഇവനൊന്ന് ചുറ്റും, അവൻ്റെ കഴുത്തിന് ചുറ്റും. ആ പിടുത്തതോടുകൂടി ആ കഴുകൻ്റെ പരിപാടി തീരും. ആ പിടുത്തം അവൻ ചുരുട്ടി അവൻ്റെ സർവശക്തി ഉപയോഗിച്ച പാമ്പ് ഈ കഴുകനെ അങ്ങ് വരിഞ്ഞ് മുറുക്കും. അപ്പം പിന്നെ ഈ കഴുകനെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങനെയുള്ള അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തിലുള്ളതായ ആ ശക്തി പ്രാപിച്ച് നമ്മൾ അവനെ ഡിഫീറ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഡൗൺ ആക്കും. ഒരിക്കലും നമ്മളെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശത്രുവിനെ അനുവദിച്ചു കൊടുക്കരുത്. നമ്മൾ ബോൾഡായിരിക്കണം. നമ്മൾ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിയണം. നമ്മൾ എന്തുകൊണ്ട് ഈ പാമ്പാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. എൻ്റെ മനസ്സിലേക്ക് ഇപ്പം വന്ന കാര്യമുണ്ട്, ഞാൻ പറയുവേ. പാമ്പായണെങ്കിലും അതിനൊരു കാര്യം അറിയാം, എന്നിൽ ശക്തിയുണ്ടായി. ശത്രു പിടിച്ചിരിക്കുന്നു, എന്നാലും എന്നിൽ ശക്തിയുണ്ട്. അതുകൊണ്ട് അവൻ ആ സർവശക്തി ഉപയോഗിച്ച് അതിൻ്റെ എനിമയെ അത് ഞെരുക്കുക. അപ്പം ദൈവത്തിൻ്റെ സർവായുധ വർഗം നമ്മളിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. എന്നിൽ ശക്തി ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാതെ അതവിടെ കിടന്നാലോ എനിമി വീഴ്ത്തും. എനിക്കില്ലോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ സ്ലോലി പിന്നെ ഈ തോട്ടുകളൊക്കെ കടന്നു വന്നതിന് ശേഷം പിന്നെയായി അതിൻ്റെ ഒന്നാമത്തെ നിരാശ, പിന്നെ എന്തായി ഡിമെൻഷനായി, ഇതായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും. നിരാശകൾ, നെഗറ്റീവായിട്ടുള്ള തോട്ട് ഒരു ദൈവത്തിൽ ഒരിക്കലും നമ്മൾ മാക്സിമം, ഞാൻ നിങ്ങളോടൊക്കെ അഡ്വൈസ് ചെയ്യുക, കാര്യം മാക്സിമം നമ്മൾ സന്തോഷമായിരിക്കാനായിട്ട് ശ്രമിക്കണം. മാക്സിമം നമ്മൾ സന്തോഷമായിരിക്കാൻ. പ്രശ്നങ്ങളില്ല എന്നല്ല, പക്ഷേ ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് വരെ എന്നെ നടത്തിയ ദൈവമല്ലേ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാ. പ്രശ്നങ്ങൾ ഇങ്ങനെ പല രീതിയിൽ എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ. അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇന്നലെ വരെ എന്നെ നടത്തിയ ദൈവമാണ്, എന്നെ വിട്ടുവീച്ച ദൈവമാണ്, എന്നെ സൂക്ഷിച്ച ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ളതായ രോഗശക്തികൾ നമുക്കറിയാം. നമ്മളെല്ലാവർക്കും നമുക്ക് അറിവുള്ളവരാണല്ലോ. നമുക്കറിയാം ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് നമ്മുടെ ബ്രെയിനിനെ ഡൗൺ ആക്കും, നമ്മുടെ ബുദ്ധിയെ ഡൗൺ ആക്കും. എപ്പോഴും ഇങ്ങനെ നിരാശയും പ്രയാസവും കാര്യങ്ങളും എല്ലാം സോറോസും മാത്രം നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിഫീറ്റ് ചെയ്യും. അപ്പം അവിടെയാണ് നമ്മൾ
പ്രാർത്ഥനയിൽ കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശക്തി ഉപയോഗിച്ച് അവനെ വലിച്ചെറിയണം. അവന് വലിച്ചെറിയണം. അതല്ലെന്നുണ്ടെങ്കിൽ തീർത്തു കളയും. ഒരു ദൈവം ഇതിൽ എപ്പോഴും നമ്മൾ ബുദ്ധിയോടുകൂടെ നിൽക്കണം, ജ്ഞാനത്തോടുകൂടെ നിൽക്കണം. എനിക്കറിയത്തില്ല ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ എനിക്ക് വന്നെന്നുള്ള കാര്യം. ഞാൻ പറയാൻ വേണ്ടി വന്നൊന്നുമല്ല. എനിക്കില്ലോ ഞാൻ ഉൾപ്പെടെ ഉള്ളതായ കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ നമ്മൾ അതിനെ ഇല്ലാതെ എന്നെ ഉപദ്രവിക്കാനാ, എന്നെ കൊല്ലാനാ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരത്തില്ല എന്നുണ്ട് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടെന്നേ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുത്തെ ബില്യനറാ ട്രംപ്, അയാളുടെ ജീവിതത്തിലൊക്കെ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. കോർട്ടിൽ കയറാനേ സമയമുള്ളൂ, വല്ല കാര്യമുണ്ടോ? അവരൊക്കെ ആണെങ്കിൽ ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെന്നേ. പക്ഷെ നമുക്ക് ദൈവത്തിന്റെ ജീവിതത്തിൽ നമുക്കിതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പവർ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഡൗൺ ആക്കും, എനിമി നമ്മളെ ഡിഫീറ്റ് ചെയ്യും. ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കരുത്. നമ്മളെ ബ്രെയിൻ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മളെ ഡൗൺ ആക്കാനായിട്ട് നമ്മൾ അനുവദിച്ചുകൂടാ. സന്തോഷിക്കണം. നമ്മുടെ മനസ്സ് ബോൾഡായിരിക്കണം. അല്ലെങ്കിൽ ഇന്നും ജോലിക്ക് പോയി, അതും ജോലിക്ക് പോയി, ഈ ജോലിക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും ജോലിയൊക്കെ ചെയ്യുന്ന നമ്മുടെ ശരീരം കൊണ്ട് ജോലി ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയാ. പക്ഷെ എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇങ്ങനെ ചിന്തിച്ച് കൂടുതൽ ജോലിയും ചെയ്യണം. അതോടൊപ്പമായിട്ട് പിന്നെ നമ്മൾ മാനസികമായിട്ടൊക്കെ നമ്മളെ അങ്ങ് ഡൗൺ ആക്കി കഴിഞ്ഞാൽ തീർന്നു. കാര്യം ഫിസിക്കലി നമ്മൾ ടയർഡാ, പിന്നെ മെന്റലിയും കൂടെ നമ്മൾ ടയർഡായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? തീർന്നതാ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫിസിക്കലി ടയർഡാണെങ്കിലും ശരീരം സംബന്ധിച്ച്, നമ്മൾ ജോലി സംബന്ധിച്ച് ടയർഡ്, നമ്മുടെ മനസ്സിൽ സന്തോഷം വേണം. മനസ്സ് അതൊന്നും നമ്മൾ വരത്തില്ല എന്നല്ല, പക്ഷെ അതിനൊക്കെ അപ്പുറത്തായിട്ട് നമ്മൾ ചിന്തിച്ചു വേണം. അത് എനിമിയാ, നമ്മളെ ചുറ്റിപ്പിടിക്കാൻ വേണ്ടി നോക്കുക, നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ അലോ ചെയ്യരുത്. ഒരു ദൈവത്തിൽ എപ്പോഴും നമ്മൾ വയസ്സായിരിക്കണം, നമ്മൾ ബുദ്ധിമാന്മാരായിരിക്കണം, അറിവുള്ളവരായിരിക്കണം. അല്ലാതെ നമ്മൾ നെഗറ്റീവ് സുഭാഷ് കേൾക്കുന്നുണ്ടല്ലോ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഇല്ല. നമ്മൾ പ്രത്യാശ, സന്തോഷം, സമാധാനം, നമ്മുടെ ജീവിതത്തിലുള്ളതായ സമാധാനം, സന്തോഷം അത് നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ശത്രുവിനെ നമ്മൾ അനുവദിക്കരുത്. എനിക്കില്ലോ ഞാൻ ഇവിടെ നിർത്തുക. സങ്കീർത്തനം ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഓക്കെ, മറ്റുള്ളവരോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായ നട്ടിരിക്കുന്ന വൃക്ഷം തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം. അത് ഞാൻ മറ്റോട് പറഞ്ഞത്. ആ വൃക്ഷത്തിന് എന്തിന്റെ ആവശ്യമില്ല, സീസന്റെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം വേണ്ടേ? വെള്ളം വേണം. അതെവിടെ നിന്ന് കിട്ടുന്നേ? ഇതിനെ ആറ്റരികത്താണ് ഇതിനെ പ്ലാന്റ് ചെയ്തിരിക്കുന്നേ. ഒരു ദൈവ പൈതലിനെ എപ്പോഴും പ്ലാന്റ് ചെയ്തിരിക്കുന്ന എവിടെയാ? ആറ്റരികത്താ. നിനക്ക് വേണ്ടതൊക്കെ നിന്റെ ദൈവം പ്രൊവൈഡ് ചെയ്യുന്നേ. നിനക്ക് വേണ്ടതൊക്കെ ഏത് സീസൺ ആയാലും, എന്ത് എക്കണോമി ഡൗൺ ആയാലും, ലോകത്ത് എന്തൊക്കെ നടന്നാലും നിന്നെ അത് ബാധിക്കത്തില്ലെന്ന്. ഒരു ദൈവവൈതലിനെ അത് ബാധിക്കത്തില്ല. താങ്ക്യൂ. കാര്യം എവിടെയാ നീ നിൽക്കുന്നത്? നീ ആറ്റരികത്താ നിന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നേ. നിനക്ക് എപ്പോഴും വേണ്ടത്, അല്ലെങ്കിൽ നീ ഇവിടെ മഴയുടെ സീസൺ അല്ല, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ വേനൽ ഭയങ്കര കഠിനമാ. ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെ നട്ടിരിക്കുന്നത് ആറ്റരികത്ത്, ക്ഷാമകാലത്തും ക്ഷേമമായിട്ട്. എന്നെ വളരെ സന്തോഷിക്കുന്ന ഒരു കാര്യം, ക്ഷാമകാലത്ത് ജോസഫിനെ ജയിലിൽ നിന്നിറക്കി മന്ത്രിയാക്കിയ ദൈവം. അതാ നമ്മുടെ ദൈവം. നാട്ടിലെന്താ നടക്കുന്നേ? ഫാമിൻസ്. എല്ലാരും ഓടുക, സഹോദരന്മാരൊക്കെ ഓടുക, ചാക്കും പിറക്കും കെട്ടിക്കൊണ്ട് എല്ലാം ഓടുക. ഇവിടെ ജോസഫ് എൻജോയ് ചെയ്യുക. ജോസഫ് എൻജോയ് ചെയ്യുക. അതാ ഒരു ദൈവത്തിന്റെ പേരിന്റെ റൈറ്റ്.
കാര്യം അവൻ എവിടെയാ? അവൻ ആറ്റരികത്താ നട്ടിരിക്കുന്നേ. അവൻ ആറ്റരികത്താ നട്ടിരിക്കുന്നത്. അവന്റെ സോഴ്സ് എല്ലാം കടന്നു വരുന്ന ഇവിടുന്ന ജീവനുള്ള ദൈവത്തിന്റെ കൈപ്പക്കൽ നിന്ന്. അതാണ് നമ്മളും മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസം. ഇവിടെ രാജാവ് വെല്ലുവിളിക്കുന്ന എന്താ വെല്ലുവിളിച്ചെന്ന്? അവൻ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുന്നു. എന്നാൽ ഇവിടെ അപ്പുറത്ത് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, നീ സേവിക്കുന്ന നിന്റെ ദൈവം, നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം സർവശക്തനായ ദൈവ. പിന്നെ അതിനകത്ത് ഒറ്റ പോയിന്റോട് ഞാൻ പറയാം. നമുക്കറിയാവുന്ന വിഷയം, യേശു എന്തുകൊണ്ട് അത്തിയെ നോക്കി ശപിച്ചു? എന്തുകൊണ്ടാ ശപിച്ചേ? ഞാൻ മനസ്സിലാക്കുന്നു. അത് എങ്ങനെ നിന്ന വ്യക്തിയാ? അല്ലേ, തളർത്ത് നിൽക്കുന്ന ഒരു അത്തിയാ. നീ ആറ്റടുത്ത് നിൽക്കുന്നു, തളർത്ത് നിൽക്കുന്നു. ഇതൊക്കെ കാര്യം വളരെ നിനക്ക് വേണ്ടതെല്ലാം കിട്ടുന്നു. ഫലം വേണം കേട്ടോ, ഫലം വേണം. ദൈവം ആഗ്രഹിക്കുന്ന, യജമാനൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് കേട്ടോ. നിനക്കെല്ലാം തന്നിട്ടുണ്ട്. നിനക്ക് ആഹാരവും വസ്ത്രവും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ നിന്നിൽ ഫലമുണ്ടോ? യജമാനൻ കടന്നു വരും. അതുകൊണ്ട് നമ്മൾ ആ ഫ്രൂട്ടും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി തീരണം. ദൈവത്തിന്റെ നാമം നമ്മൾ കൂടി ഉയർത്തണം. കിലോ നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് ഈ ആവശ്യമില്ലാത്ത തലവേദന എല്ലാ ജങ്കും നമ്മുടെ തലയിലോട്ട് വെച്ചുകൊണ്ടിരിക്കാനായിട്ടല്ലെന്നേ ദൈവം നമ്മളെ വിളിച്ചു വരിക്കുന്നത്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടോ? ആ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. നമ്മുടെ ദൈവം നടത്തും നമ്മളെയൊക്കെ. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. എന്നെയൊക്കെ ഈ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലും ഞാൻ ചിന്തിക്കാത്ത രീതിയിലും എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ നെയ്ബേഴ്സോ അവരിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ദൈവം എന്നെ മാനിച്ചത് എൻ്റെ കഴിവുകൊണ്ടാണോ? നത്തിങ്. എനിക്കില്ലോ ഞങ്ങൾ 3 പേര്, ഞാൻ ഒരു കാര്യം കൂടെ തുറന്നു പറയാം. 3 പേര് ഞങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി കടന്നുപോയി. മറിച്ചൊന്നല്ല, ഞാൻ ഒരു 20 വയസ്സുള്ളപ്പോഴത്തേക്ക് MES ഒരു ട്രെയിനി ആയിട്ട് നിൽക്കുക. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, പഠിച്ച കൂട്ടത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഇടാ വേക്കൻസി ഉണ്ട്, സൗദി അറേബ്യക്ക് പോകുന്നു, ഞങ്ങൾ പോവോ? റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കും, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് നീ വരുന്നോ? പോവാം. അപ്പം എൻ്റെ ഫാദർ വീട്ടിലില്ല. ഞാൻ പോയി. അന്ന് കാശൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പം ഫാദർ കാശൊക്കെ തരും. ആ ബോംബെക്ക് പോകാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. 3 പേരുടെ, ഒരു നെടുങ്ങാടപ്പള്ളിക്കാരൻ ഷാജി, കണ്ണൂക്കാരൻ രവി, ഞങ്ങൾ 3 പേരും കൂടെ പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു സൗദിക്ക് പോകാനായിട്ട്. ബോംബെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏജന്റ് പറഞ്ഞു 21 വയസ്സ് വേണം. എനിക്ക് 21 വയസ്സില്ല. പിന്നെ പറഞ്ഞു വേറൊരു വേക്കൻസി ഉണ്ട്, പോകുന്നോ? പോവാം. ഇനിയോ? എന്നെക്കാട്ടിലും മിടുക്കരായിരുന്നു അവര്. ഓണശി ഞാൻ പറയുക, എനിക്കൊന്നും പറയുന്നതിന് യാതൊരു ലക്ഷ്യമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ പോകുന്നത് ഞാൻ മാത്രം. എനിക്കില്ലോ അതാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിട്ട്, നമ്മൾ നിരൂപിക്കുന്നതിനപ്പുറത്തായിട്ട് എനിക്കില്ലോ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ദൈവമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയാനുള്ള ആവശ്യമുണ്ടോ? ഇല്ലെന്നേ. ദൈവത്തെ പരമേൽപ്പിക്കുക. ആ ഒരു തോട്ട എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്, ഇടാ നിനക്ക് വേണ്ടി കരുതിയ ദൈവമാണെന്നുണ്ടെങ്കിൽ നീ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കും. ദൈവം നിന്നെയും നടത്തും. നിന്നെ നടത്തിയ ദൈവമാണെന്നുണ്ടെങ്കിൽ ദൈവം അവരെയും നടത്തും. നിന്നെ ദൈവം ഉപയോഗിച്ചെങ്കിൽ അതിനുപരിയായിട്ട് ദൈവം അവരെ ഉപയോഗിക്കും. ഇപ്പൊ ഒരു ദൈവം എന്ത് വേണം? നമുക്ക് ആ ഒരു നന്ദിയുള്ളൊരു ഹൃദയം. ദൈവത്തെ ഒന്ന് വിശ്വസിക്കുക, പെറുപെറുക്കാതിരിക്കുക. നമ്മുടെ ദൈവം നമ്മളെ ഇന്നത്തെ സാഹചര്യം ഒന്നും നോക്കണ്ട. ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ എൻ്റെതായിട്ടുള്ള ആ ചെറുപ്പത്തിലെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് എൻ്റെ പിതാവൊക്കെ എന്ന് മാത്രം കരഞ്ഞായിരിക്കും എന്നുള്ള കാര്യം
എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. ഞാൻ അത്ര ബെറ്റർ ആയിരുന്നു. ഓക്കെ, ഞാൻ അതുകൂടെ പറയുക. താങ്ക് യു ലോ. എന്നാൽ അതിനപ്പുറത്തായിട്ട് ദൈവമുഖത്തേക്ക് നോക്കുന്നത് എൻ്റെ പിതാവ് അല്ലെ എൻ്റെ മാതാപിതാക്കളെ അവരുടേതായിട്ടുള്ള ദൈവത്തിലുള്ളതായ വിശ്വാസം മൂലം എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്നതായ ദൈവത്തിന്റെ വചനപ്രകാരം എന്നെ ഉയർത്തുകയുമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഉയർത്തുകയുമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഒരു രീതിയിൽ തന്നെ ഉള്ളതായ ടെസ്റ്റിമണിയൊക്കെ ആയിരിക്കും പറയാനായിട്ടുള്ളത്. എനിക്കറിയാവുന്നത് ഞാൻ എന്നെ എടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തെന്നേ ഉള്ളൂ. നമ്മളെ മാനിച്ച ദൈവമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മാനിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ്, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ എടുത്ത് ദൂരെ എറിയുക. മറ്റുള്ളവർ പറയുന്ന ഒന്നുമല്ല. നമ്മൾ ആരാകുമെന്ന് തീരുമാനിക്കുന്ന ആരാ? നമ്മുടെ ദൈവ തീരുമാനിക്കുന്നത്. പൊത്തിഫേർ അല്ല തീരുമാനിക്കുന്ന ജോസഫ് ആരാകുമെന്ന്. യോസഫിന്റെ സഹോദരന്മാരല്ല തീരുമാനിക്കുന്ന ജോസഫ് ആരാകുമെന്ന്. ദൈവം ജോസഫിനെ കുറിച്ച് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രമേ നടക്കത്തുള്ളൂ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ശത്രുക്കൾക്ക് ചില കെണികളും കുടുക്കുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പൊത്തിഫേറിന്റെ ഭാര്യയ്ക്ക് ചില കുടുക്കുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ജോസഫിന്റെ സഹോദരന്മാർക്ക് ചില ഉടുപ്പൊക്കെ എടുത്ത് കാണിക്കാൻ പറ്റും. താങ്ക് യു. അതൊന്നും റിയൽ ആകത്തില്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും.